അപ്പോ നീ വീട്ടിലേക്കില്ല? ഇല്ല, അടുത്ത വർഷം പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നില്ലേ? വന്നു. എല്ലാ പേപ്പറിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ആ, നിങ്ങൾക്കോ? ഇവന്മാർ രണ്ടുപേരും തോറ്റു. ആ, താനോ? ഞാൻ തോറ്റു, നേരത്തെ തോറ്റു. അതെന്താ? പഠിത്തത്തിന് നാം മോശമാണെങ്കിലും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ വിരുദ്ധനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇത്തവണ ഒരു അക്കിടി പറ്റി. എന്റെ മുന്നിലിരിക്കുന്നവനെ നോക്കി ഞാൻ എഴുതി, എന്റെ നോക്കി എന്റെ പുറകിരിക്കുന്നവൻ എഴുതി. ഞാൻ നോക്കി എഴുതിയവനും എന്റെ നോക്കി എഴുതിയവനും ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ പൊട്ടി. അതെന്താ? അത് ഇവന്റെ മുമ്പിലിരുന്ന ആളും പുറകിലിരുന്ന ആളും ഫിസിക്സ്, ഇവൻ കെമിസ്ട്രി. ഇത്തവണ ഫൈനൽ ഇയറാ, ഉഴപ്പരുത്. ഞാൻ ഇറങ്ങുന്നു. ഇറങ്ങട്ടെ? ശരി. മൂപ്പലാൻ പോയല്ലോ, നനങ്ങുന്നില്ല. കൊച്ചു വെളുപ്പാൻ കാലത്തോരോ മാരണങ്ങൾ വന്ന് കേറിക്കോളും മനുഷ്യരെ ഉപദ്രവിക്കാൻ. തന്ത ഇവന്റെ ആണ് നിറഞ്ഞപ്പോഴേ വിവരം കെട്ടവനാണെന്ന് അറിയാമായിരുന്നു. അയാൾ പറഞ്ഞു കേട്ടില്ലേ, കുഴപ്പരുതെന്ന്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. പിന്നെ ഞങ്ങള് പറയണ്ടേ മേഖലേട്ടാ, 3 മാസം കഴിഞ്ഞപ്പോ പെണ്ണിന് ഛർദി, ഇരിക്കാൻ വയ്യ. അപ്പൊ ആളാരാ? ആ മൂത്ത് ചേർക്കുന്നല്ലേ, കോളേജിൽ പഠിക്കുന്ന അവരെങ്ങോട്ട് പിന്നെ ഒന്നും പറയണ്ടേ. 100 രൂപ ആവുന്നു. കാക്ക വളർന്നു വറക്കും. അപ്പം ബാക്കിയോടെ? ബാക്കി ഇതേപോലെ വരും. ഇൻസ്റ്റോൾമെന്റോ? ഞങ്ങളുടെ എമൗണ്ട് കംപ്ലീറ്റ് ഗഡുക്കളായി ഗൾഫിന് വന്നോണ്ടിരിക്കുക. അപ്പൊ അറബി ഫാമിലി ആണല്ലോ. ഒരു പാക്കറ്റ് ബിൽസ് രണ്ടാക്കിക്കോ. 3 ആയിക്കോട്ടെ. 7 തീപ്പെട്ടി. 7 തീപ്പെട്ടി? എന്താ വെടിക്കെട്ടുണ്ടോ? ഉണ്ടാവും ഉണ്ടാവും. എടേ കോരെ, ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ നീ കണ്ടിട്ടുണ്ടാടേ? കൊള്ളാം, എന്തൊരാട്ടം. കിളവന്മാര് വരെ വീട് പോവില്ലേ? എന്നാ പിടിച്ചോ, ഒരു ബാഗ് ബിൽസും തീപ്പെട്ടിയും പിടിച്ചോ. ബാക്കിയോ? ബാക്കി പാർസലാക്കി ഞാൻ ബംഗ്ലാവിലേക്ക് അയച്ചു തരാം കേട്ടാ. എടേ, ഇപ്പൊ ഇത് മതിയുടെ, ഇതൊന്നും വലിച്ച് ശരീരം കേട് വരുത്താതെ മക്കളെ. ഒന്നോ ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറയാം. ഏത് വേറെ ചില കാര്യം? അല്ല പാച്ചേട്ടാ, നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ രാത്രി ആവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ ഹോളിൽ ചെന്ന് നോക്കിയാ മതി. വായും പൊളിച്ചല്ലേ ഇരിക്കുന്നത്. ആ, ഞങ്ങള് ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോ അത് ഈ നാട്ടിലെ ചുവരുകളിലൊക്കെ കണ്ടെന്നും വരും. അല്ല, ഒരു ലോകകാരി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. കള്ളു കുടിക്കാനും പെണ്ണുങ്ങൾ ഉടുതുടില്ലാതെ ഡാൻസ് ചെയ്യുന്നത് കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശുണ്ടല്ലേ? സപ്പോസ് പാച്ചിപ്പിള്ള ചേട്ടന്റെ കടയിൽ നിന്ന് പറ്റിയ 10 കാശ് തരാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? നോക്കിക്കോ, ഒരു ദിവസം ഉടുതുടി ഇല്ലാതെ ഈ പബ്ലിക് റോട്ടിൽ നിന്ന് ക്യാമറക്കാർ ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പാച്ചോട്ടൻ നല്ല സൂക്ഷിച്ചു നമുക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം. പിന്നെ ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണേ. പാച്ചേട്ടാ, ഞങ്ങൾ പോകുന്നു. പാച്ചേട്ടാ, ഇല്ല മേജർ സാറേ, സാറിനെന്താ പിള്ളേരെ കാണുമ്പോ ഒരു ചമ്മല്? അലവലാദികൾ എവരെയൊക്കെ കാണുന്നതേ ഇറണക്കേടാ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ചപ്പിള്ളേ. പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരു കച്ചവടം നടത്താൻ പറ്റുമോ? എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. രാവിലെ തന്നെ വന്നിരുന്നു ഓരോരോ ഉപദേശങ്ങള്. നിന്നോട് വരാനാ പറഞ്ഞത്, നമുക്ക് വീട്ടിൽ പോവാം. കുറെ നേരം ആയാലും ഇവിടെ വെള്ളം വെക്കാൻ തുടങ്ങിട്ട്. വിളിച്ചിട്ട് വരുന്നില്ല, ഞങ്ങൾ എന്തോ വരുന്നില്ലെങ്കിൽ എടുത്തോണ്ട് പോ. അല്ല, ഞങ്ങളിവിടെ നിൽക്കുന്നോണ്ട് സാർമാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കിടന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ. നിങ്ങൾ പോയിട്ടേ ഞങ്ങൾ ഉറങ്ങുന്നുള്ളൂ. അതെന്തൊരു സോക്കേടല്ല. ഒരു ന്യായം വേണം മനുഷ്യനായ ഏത് കാര്യത്തിന് ന്യായം വേണം. മര്യാദക്ക് വീട്ടിൽ പോകുന്നത് നല്ലത്. കാര്യം കഴിഞ്ഞിട്ട് ഞാൻ കാശ് വാങ്ങിച്ചിട്ട് പോയി. കാശോ? കാശുണ്ടേ കൊടുക്കണേ, വല്ല പിച്ചക്കാരന്മാരും ആയിരിക്കും. പിച്ചക്കാരൻ തന്തേടാ. അതെയാ നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. അതിന് എന്റെ തന്ത പിച്ചക്കാരനല്ലല്ലോ, ചിലപ്പോ ആയിരിക്കും. പെൺകുട്ടിയെ ഞാൻ കാണിച്ചു തരുന്നത് പ്രശ്നമല്ല. കാണിച്ചു തന്നാലും ഒരു ഭാര്യ നിലയുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. പ്രേമിച്ചു കിട്ടിയാ മതി. അവള് പറയണം, അച്ഛാ എനിക്ക് ഗോവിന്ദേട്ടനെ തന്നെ കല്യാണം കഴിച്ചാൽ മതി.
ബെറ്റി ഞാൻ ജയിച്ചു അല്ലേ? അയാളുടെ ഒരു വശത്തെ മീശ എടുത്ത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ആ പെണ്ണിന് കാണാൻ പരിചയപ്പെടാൻ എന്താ വഴി? വഴി ഞാൻ ഉണ്ടാക്കാം. എങ്ങനെ? 2-3 ദിവസത്തിനകം അവളുടെ ഡാൻസ് പരിപാടിയുണ്ട്. എവിടെ വെച്ച്? അല്ല, ഞാൻ കണ്ടുപിടിക്കാം. ഡാൻസ് വളരെ നന്നായിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഡാൻസ് കണ്ടിട്ടെന്ന് പറഞ്ഞ് അടുക്കണം. എങ്ങനെ എന്റെ ഐഡിയ? എന്താണ് ബുദ്ധി? ഈ തല വെളി കാണിച്ച് അടക്കല്ല പണ്ടാരെ. ഞാൻ എന്ത് ത്യാഗം വേണമെങ്കിൽ സഹിക്കാം. പക്ഷെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. എന്താ? പിന്നെ എനിക്ക് എന്താ വേറെ പണി? അല്ല, നമുക്ക് അല്പം മദ്യപിച്ചാലോ? ഇന്ന് കുടിച്ചോടത്തോളം മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2 പെഗ് മേജർ സാർ വാങ്ങി തന്നിട്ട് നീ ആ ഭാഗത്തേക്ക് കാല് മാറിയാൽ നിന്റെ ഈ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഒടിക്കും. കേട്ടാ? മനസ്സിലാക്കിയോ? അന്നത് ഇത് പിടി. എടോ, ഇത് നിന്റെ ബനിയനല്ലേ? ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇതിട്ടോട്ടെ? വേണ്ട, ഞാൻ ഇട്ടോളാം. അല്ല, ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതിയേ. നിന്നോട് ഞാൻ സത്യം പറയാം. ഇന്ന് എന്റെ നാട്ടിൽ നിന്ന് നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. നല്ലൊരു ഫാമിലിയാ? നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ. അപ്പോ ഇന്ന് ഞാൻ ഇതിട്ടിട്ട് പോയാൽ നിനക്ക് അവരെ അടുത്ത ആഴ്ച ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട. വേണമെങ്കിൽ ഞാൻ ഇത് ഇട്ടുകൊണ്ട് അവരെ കാണാൻ വരാം. അതൊന്നും പറ്റൂല. ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്. 2000 റുപ്പീസ് സാലറി. ഇത് കിട്ടിയ ഞാൻ MA മതിയാക്കും. അതുകൊണ്ടാണ് ഈ ബനിയനും ഇട്ടുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോണത്. അത് ശരിയാ. ഈ ബനിയനോട്ട് ചെന്ന എന്ത് ജോലിയും കിട്ടും. എവിടെ ഇന്റർവ്യൂ? ഘോഷ് കെമിക്കൽസ്. 2000 രൂപ ശമ്പളം അല്ലേ? ഇപ്പൊ 2000 രൂപ കിട്ടും. സ്റ്റൈപ്പൻഡ് കുറച്ചുകൂടെ കഴിയുമ്പോ 3000 രൂപ കിട്ടും. ഈ ഘോഷ് കെമിക്കൽസിലെ ഘോഷിന് തലയ്ക്ക് വല്ല അസുഖമായിരിക്കും. സമയം എത്രയായി? എവിടേക്കാ നിങ്ങൾ രാവിലെ എവിടേക്കാ? നീ എവിടേക്കാ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി. കമ്പി വന്നിരുന്നു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? വെറുതെ നിങ്ങളെ കൂടെ എന്തൊരു ദുഃഖത്തിലാഴ്ത്തണമെന്ന് കരുതി. എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്ത നമുക്കെന്തര്? ഒന്നുമില്ലേ. നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. ഓഹോ, അത് ശരി. ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്ക് അവിടെ എത്താം. എനിക്ക് സമയമായി. ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട്. ഞാൻ ടാക്സിയിലാണ് പോണത്. ടാക്സി കയറാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും നിനക്ക് ആയിട്ടില്ലടേ. പോടാ. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. നിന്റെ ഷർട്ട് ഞാൻ എടുത്തു.